3 പതിറ്റാണ്ട് കാലത്ത് പത്രപ്രവർത്തന രംഗത്ത് ദീർഘമായ അനുഭവ പരിചയമുള്ള, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും വിദേശ രാഷ്ട്രീയത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായ ധാരണയുള്ള, അസോസിയേറ്റ് പ്രസ് ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ എൽ അജിത്താണ് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹം ഇന്നത്തെ മാറിയ ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് അറിയാം. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ സാർ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 3 ആഴ്ച മുമ്പ് വരെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു. എന്നാൽ ആ ഒരു ചെറിയ കാലയളവ് കൊണ്ട് വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ മലയാളികൾ ആ മാറ്റത്തെ കൃത്യമായി ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എങ്ങനെ നോക്കിക്കാണുന്നു? മാറ്റം ഉണ്ടായിട്ടുണ്ടോ? കർത്തീൻ, അത് കൃത്യമായിട്ട് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് വരെ ജനത്തിനൊരു ചിന്തയുണ്ടായിരുന്നു. ഇത് മോഡി സർക്കാർ വീണ്ടും വരാൻ പോകുന്നു, 3-ാം ഊഴം കിട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് ആളുകളുടെ ചിന്ത കൊണ്ടുപോയിരുന്നു. അവർ തന്നെ BJP-ക്കാരുടെ അവരുടെ പ്രത്യേക ഒരു സിസ്റ്റത്തിലനുസരിച്ച് അവരുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അവർ 1926 ജനസംഘം രൂപീകരിച്ച കാലം മുതൽ അവരുടെ ചിന്ത എന്താണ്? ഞങ്ങൾ ഇന്ത്യ ഭരിക്കാൻ ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു അജണ്ട 1926 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ മുമ്പേ തുടങ്ങിയ സംഭവമാണത്. അപ്പോൾ ആ അജണ്ട അവർ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കിട്ടിയ അവസരം അവർ ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കിയിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ സംഭവം. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ 2024 ഇപ്പോൾ കഷ്ടിച്ച് ഹാർഡ്ലി ഒരു 45 ദിവസം കഴിയുമ്പോൾ ഇന്ത്യയുടെ ഭാവി, ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം, ജനത്തിൻ്റെ ജീവിത രീതി ഏത് നിലവാരത്തിലായിരിക്കും, ഏത് അവസ്ഥയിലായിരിക്കും എന്നുള്ളത് നെഞ്ചിരിപ്പോടുകൂടി ആളുകൾ നോക്കി കണ്ടുകൊണ്ടിരുന്നു ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പോൾ ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു, 7 ഫേസിൽ നടക്കുന്നു എന്ന് പറഞ്ഞു. അതെല്ലാം ജനങ്ങൾ കേട്ടു. പെട്ടെന്നാണ് മോഡി സർക്കാരിൻ്റെ അഴിമതി, ഏറ്റവും വലിയ സ്കാമാണ്. ഇതിനു മുമ്പ് റഫേൽ അഴിമതിയൊക്കെ വന്നു. അതിനൊന്നും ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതവിടെ നിൽക്കെ ഇദ്ദേഹത്തിന് മോഡി, അതുകൊണ്ട് തന്നെ മോഡി അതിനൊരു ആയുധമാക്കിയിട്ട് പുള്ളി വളരെ എന്താ പറയുക, വിഭാരീയനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെയ്ജിൻ്റെ, ഒരു സന്യാസിയുടെ രൂപമൊക്കെ അങ്ങനെ, അതൊരു ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടൊരു സന്യാസിയുടെ രൂപം കിട്ടും. അദ്ദേഹത്തെ കണ്ടിട്ടില്ലേ? അറ്റയർ മേക്സ് ആൻ ആക്ടർ എന്ന ഒരു ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. അറ്റയർ, നമ്മൾ കെട്ടുന്ന വേഷം തന്നെ ഒരു ആക്ടറാകാൻ പറ്റും. അദ്ദേഹം അതാണ് സംയോജിതമായിട്ട് അദ്ദേഹത്തിനുള്ള PR ഏജൻസി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ദിവസം 3-4 തവണ വേഷം മാറും. അപ്പോൾ ആ ഒരു വേഷം കെട്ടലിൽ പുള്ളി എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഏത് വേഷമാണ്, ഏത് സാഹചര്യത്തിൽ എവിടെ എങ്ങനെ സംസാരിക്കാൻ പോകുന്നു എന്നുള്ളതിന് അനുസരിച്ചുള്ള വേഷം കെട്ടലാണ്. സോ അതാണ് അറ്റയർ മേക്സ് ആൻ ആക്ടർ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സെയ്ജിൻ്റെ, ഒരു സന്യാസിയുടെ, ഒരു ഹിന്ദു സന്യാസിയുടെ ഒരു പരിവേഷത്തിലേക്കോ, ഒരു വിഭാര്യനാണെന്ന്, ഒരു നിസ്വനാണെന്നോ, ഒരു നിർവികാരനാണെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കംപ്ലീറ്റ് PR ഏജൻസികൾ ഉപയോഗിക്കുക മാത്രമല്ല, മാധ്യമങ്ങളെല്ലാം തന്നെ ഭീഷണിയുടെ രൂപത്തിൽ കൈക്കലാക്കി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പുള്ളിക്കെതിരെ റിപ്പോർട്ട് ചെയ്യാൻ ആളുകളില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നപ്പോഴാണ് 2ാം ഭരണം കഴിയുന്നു, 3ാം ഭരണത്തിലേക്കുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം ബാക്കിയൊക്കെയാണ്. ഈ 3ാം തെരഞ്ഞെടുപ്പിലേക്ക് 3ാമത്തെ ഒരു ഊഴം മോഡി ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ 10 വർഷം അഭിനയിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് 3ാമതൊരു അവസരം പുള്ളി ചോദിക്കുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത്, ഇദ്ദേഹം കൺസ്യൂമറ്റ് കറപ്റ്റ് മുച്ചൂടും അഴിമതിക്കാരനായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഏതിലൂടെ? ഈ ബോണ്ട്, രാഷ്ട്രീയ ബോണ്ട്, ഇലക്ട്രൽ ബോണ്ട്, അതിലൂടെ പുറത്തു വന്നിരിക്കുന്നു. ആ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് മേ ബി താങ്ക്സ് ടു നമ്മുടെ DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് ഇന്നത്തെ ഇലക്ഷൻ, ഇന്ന് ഈ ദിവസം എണ്ണപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളുടെ ഇലക്ഷനിലൂടെ ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാൻ കാരണമായ ഇലക്ട്രൽ ബോണ്ട് ഡിസ്കഷനിൽ വന്നു. അതുവരെ ഇല്ല. കാരണം 10,000 കോടി രൂപയുടെ അഴിമതിയാണ് ഇവർ ആവശ്യപ്പെട്ട് ഇവർ ഈ പറഞ്ഞത്. ഇതിനകത്തെല്ലാം ചെറിയ മീനുകളാണ്. ഇതിനകത്ത് എന്തുകൊണ്ട് അദാനി, അംബാനി വന്നില്ല? നമുക്കില്ല, സ്വാഭാവികമായി അറിയുന്ന ഒരു 4 പേരാണ് ഞാനീ പറഞ്ഞത്. ഇവരാരും ഇല്ലല്ലോ, ആരും കേട്ടിട്ടില്ലാത്ത കുറേ പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ പേരിലൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ലക്ഷം കോടി രൂപ ഈ BJP
RSS സംഘടന മേടിച്ച്. ഇലക്ട്രൽ ബോണ്ട് പുറത്തു വന്നു, പക്ഷേ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് രാജ്യത്ത്? മാധ്യമങ്ങൾ നമ്മളിപ്പോൾ കണ്ടതാണ്, ഇതിനെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ ഉണ്ടായിരുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷേ അത് രാജ്യം എങ്ങനെ തിരിച്ചറിഞ്ഞു? അതിലേക്ക് നയിച്ച ഘടകം ഈ മോഡി പറഞ്ഞൊരു സന്യാസിയാണ്, ഭയങ്കരനാണ്, നിഷ്കളങ്കനാണ്, കൈവെല്ലാം ക്ലീൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ഇങ്ങനെ നമ്മുടെ റോഡ് ഷോകളിലൊക്കെ കിടന്ന് ആഡംബരമൊക്കെ കാണിക്കുന്നുണ്ടല്ലേ. ശുദ്ധ ആഡംബരമല്ലേ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ ഒക്കെ വിലയൊക്കെ നമുക്ക് എല്ലാ പത്രങ്ങളിലും വന്നതാണ്. അപ്പോൾ അത്തരം വേഷം കെട്ടലുകളാണെന്ന് എല്ലാവർക്കും മനസ്സിലായിപ്പോൾ. അതുകൊണ്ടൊരു ഒരു ഐക്യം വന്നിട്ടുണ്ട് പ്രതിപക്ഷങ്ങളിൽ. കാരണം ഞാൻ ചോദിച്ചതാ ഏതാ, ഒന്ന് ഈ പറഞ്ഞ യൂസ് ആൻഡ് ത്രോ, രണ്ട് കൺസ്യൂമറ്റ്, മുച്ചൂടും അഴിമതിക്കാരനാണ് ഇയാളെന്നുള്ളത്, മൂന്ന് ഇദ്ദേഹം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ്. എല്ലാവരെയും ഒന്നുകിൽ BJP ആകുക, RSS സംഘപരിവാർ സംഘടനയ്ക്ക് അനുകൂലമായി സബ്മിസീവായിട്ട് കീഴ്വഴങ്ങി ജീവിക്കാമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അല്ല, ഇതൊക്കെ പുറത്തു വന്നാലും നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് ശക്തമായിരുന്നില്ല. ജനം അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് ശക്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായോ? അതിൻ്റെ ഗുണം മോദിയെ പ്രതികൂലമായി ബാധിച്ചോ? ഇപ്പം മോഡി പേടിച്ചിരിക്കുന്നത് അതാണ്. ഇപ്പം ഭരണം മാറാൻ പോവുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, എഴുതി വെച്ചോളൂ, ഭരണം മാറാൻ പോവുകയാണ്. ഇന്ത്യയിലെ ജനം പൂർണ്ണമായും മോഡി കള്ളനാണെന്നും അഴിമതിക്കാരനാണെന്നും ഒക്കെ ഉള്ള ഒരു ചിന്തയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പിടിച്ച് അയോഗ്യനാക്കാനുള്ള പരമാവധി ശ്രമങ്ങളൊക്കെ നടത്തിയത്. എവിടെ ഇരുന്നും ആർക്കെതിരെയും കേസ് കൊടുത്തിട്ട് ഞങ്ങളുടെ ജഡ്ജസാണ് ഹൈക്കോടതികളിലൊക്കെ ഇരിക്കുന്നത്, ഡയറക്റ്റ് ഹൈക്കോടതിയിൽ വരികയാണ്. ഇവിടെ ഇരുന്ന് പരുവപ്പെട്ട് കഴിഞ്ഞാൽ സുപ്രീം കോടതി പോകുള്ളൂ. ഇവിടെ ഇരുന്ന് ഉരുവപ്പെട്ട് വരാൻ രാഷ്ട്രീയ സ്വാധീനം വേണം. ഹൈക്കോടതിയിൽ അങ്ങനെയാണെന്ന് ബ്ലൈൻഡ് ആയിട്ട് പറയാൻ കഴിയില്ല. അല്ല, ഞാൻ പറഞ്ഞ ഹൈക്കോടതികൾ അങ്ങനെ ഒരു ചിന്ത അല്ല, ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തിനെ ശിക്ഷിച്ചതും മാപ്പ് പറയിച്ചതും കള്ളനെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പറയേണ്ടി വന്നൊരു സാഹചര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തെ പപ്പു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. ഇപ്പോൾ അദ്ദേഹമല്ലേ 4700 കിലോമീറ്റർ നടന്നത്, വേറെ ആരാ നടന്നത്? എന്നിട്ട് ജനസാഗരത്തിനിടയിൽ കൂടെയല്ലേ നടന്നത്, വലിയ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ഒരു ഭയവും ഇല്ലാതെ നടന്നില്ലേ, ഇന്ത്യയെ യുണൈറ്റ് ചെയ്യാനല്ലേ നടന്നത്. അപ്പോൾ അതെല്ലാം ഫലം കണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഭയക്കുന്നത്. മോദി തോൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതെ. അതേസമയം BJP പറയുന്നത് ഞങ്ങൾ 400+ സീറ്റുകൾ നേടുന്നതാണ്. അല്ല, വെറുതെ പറയുന്നത്. മനസ്സിലായി, അവർ വെറുതെ പറയുന്നത്. കാശ്മീരിലെ 370. അവർ വെറുതെ പറയുന്നത്. അല്ല, അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എങ്ങനെയാണ് നിങ്ങൾ? അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എങ്ങനെയാണ് നിങ്ങൾക്ക് 400 സീറ്റ് കിട്ടുമെന്ന് പറയൂ. നിങ്ങൾക്ക് ഇത് അല്ലല്ല, ഞാൻ മനസ്സിലായി, കാർത്തികേയനെ അല്ല പെർസെ ഞാൻ പറയും. ഇവരുടെ അജണ്ട എന്താണെന്നറിയോ? ഇവരെ വൈകാരികമാക്കുക. ഞാൻ പറഞ്ഞു, ഇവരെപ്പോഴും വൈകാരികത മാത്രം ടിക്കിൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. അല്ലാതെ വേറൊരു അജണ്ടയും ഇല്ല ഇവരുടെ അജണ്ട. ഇവർ രാജ്യസ്നേഹികളാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ഇല്ലയെന്നേ പറയുള്ളൂ. പക്ഷേ അവർക്ക് രാജ്യത്തിൻ്റെ അധികാരം വേണം. അതാണ് ഇവിടെ ഞാൻ ഞാൻ എൻ്റെ ഒബ്സർവേഷനാണ്. രാജ്യസ്നേഹികളാരും ഇങ്ങനെയൊന്നും ചെയ്യില്ല. രാജ്യത്തിന് അധികാരം വേണമെന്നുള്ളവർ ഇങ്ങനെ ചെയ്യും. അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഹാവിങ് സെഡ് ആൻഡ് ഡൺ എല്ലാം തന്നെ എക്സ്പോസ്ഡ്, എല്ലാം തുറന്ന് ആളുകളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവർ ഈ 400 എന്ന് പറയുന്നത് വീണ്ടും RSS സംഘപരിവാർ സംഘടനകളുടെ വൈകാരികത. ഞങ്ങൾ ആ 543 സീറ്റോടുകൂടി ജയിക്കുന്നു. എവിടെ നിന്ന് ജയിക്കാനാണ്? ഞാനൊരു 5 സംസ്ഥാനങ്ങൾ പറയാം. 5 സംസ്ഥാനങ്ങൾ ഉണ്ടല്ലോ: UP, മധ്യപ്രദേശ്, നമ്മുടെ ഗുജറാത്ത്, ഇനി കുറച്ച് രാജസ്ഥാൻ, മഹാരാഷ്ട്ര. ഇത്രയും കൂടുതൽ സീറ്റുകളുള്ള 5 സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് ആദ്യം UP, രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് ബംഗാൾ, പിന്നെ മധ്യപ്രദേശ്. ഞാൻ ബംഗാൾ പറയാത്തതുകൊണ്ടാണ്. UP, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്തൂടെ എടുത്തു. അപ്പോൾ അതാണ് പറയുന്നത്, ഈ 4 സംസ്ഥാനങ്ങൾ എടുത്തു. ഇനി രാജസ്ഥാൻ കൂടെ എടുത്തു. ഇപ്പോൾ അവർ പിടിച്ചല്ലോ രാജസ്ഥാൻ. 5 സംസ്ഥാനം മൊത്തം അവർക്ക് എല്ലാ സീറ്റും 80. UPയിലെ 80 ഉൾപ്പെടെ വേറെ ആർക്കും ഒരു ജയവുമില്ല. മഹാരാഷ്ട്രയും ഫുള്ള് നമുക്ക് കൊടുക്കാം. ഞാൻ പറയാം, അതിൻ്റെ വേറൊരു കണക്ക് ഞാൻ പറയാം. ഫുള്ള് കൊടുക്കാം. എത്ര കിട്ടും? 200 തികക്കില്ല. 200 താഴെ നിൽക്കുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ 400 കിട്ടുമെന്ന് പറയുന്നത്. 5 സംസ്ഥാനം നമ്മളങ്ങ് വെറുതെ ഏറ്റവും വലിയ എണ്ണമുള്ള സംസ്ഥാനങ്ങളുടെ എത്രയും അവർക്കങ്ങ് എഴുതി കൊടുത്തിരിക്കുകയാണ്. വേറെ ആർക്കും വോട്ട് ചെയ്യുന്നില്ല. ഡൽഹി ഹരിയാനയൊക്കെ കുറച്ച് അത് വേറെ. ഞാൻ പറഞ്ഞ ഈ അത്രയും വലിയ പാർലമെൻറ്റിൽ അംഗസംഖ്യയുള്ള 5 സംസ്ഥാനം മൊത്തം
BJP കൊടുത്തു. സ്വീപ്പ് ചെയ്ത് വിചാരിച്ചാൽ പോലും ഇവർ 200 തികക്കില്ല, 200 താഴെയുള്ളൂ. അപ്പോൾ എവിടെയാണ് ഇത് ആളുകൾ ഇവർക്ക് രോമാഞ്ചം കൊള്ളിക്കുക, ഗൂസ് ബംസ് ഉണ്ടാക്കുക. RSS സംഘപരിവാർ പ്രവർത്തകർക്കിടയിൽ ഒരു ഗൂസ് ബംസ് ഉണ്ടാക്കും. അപ്പോൾ അവരിങ്ങനെ ആവേശം കൂടും. അതിനിടയ്ക്ക് ഇദ്ദേഹം ഈ പറഞ്ഞ റോഡ് ഷോയും അഭിനയവും ഒക്കെ നടത്തും. ഇതൊന്നും വോട്ടാവില്ല. ഈ വോട്ടിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തു, എന്തായിരുന്നു അനുഭവം? അത് വെച്ചാണോ ഞാൻ അതുകൊണ്ടാണ് ഇനി വിലയിരുത്തൽ നടത്തുന്നത്. ഞാൻ യാത്ര ചെയ്തതെല്ലാം തന്നെ ഇവരുടെ പ്രതീക്ഷയുള്ള, ഇപ്പോൾ നമ്മുടെ തെന്നിന്ത്യൻ സംസ്ഥാനത്ത് ഇവർക്ക് ആകെ പ്രതീക്ഷയുള്ള അണ്ണാമലൈ മത്സരിക്കുന്നത് പഴയൊരു സിവിൽ സർവീസ്മാനാണ്. അദ്ദേഹം മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെന്നൈ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് കോയമ്പത്തൂർ, തിരുപ്പൂർ, ആ ഭാഗം. ഈ കോയമ്പത്തൂർ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒരുപാട് ഗുജറാത്തികൾ അവിടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഇൻഡസ്ട്രി നടത്തുന്നവരുണ്ട്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് അവിടെ വർക്കേഴ്സ് ഉണ്ട്. അവർക്ക് നിർണായകമായ കുറേ വോട്ട് ഷെയർ ഉണ്ട്. വോട്ട് ഷെയറേ ഞാൻ പറയുള്ളൂ, നിർണായകമായ കുറേ വോട്ട് ഷെയർ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സിറ്റിംഗ് MP CPM-നെ എടുത്ത് ദിണ്ടിഗലിലേക്ക് അയച്ചിട്ട് DMK തന്നെ അത് ഏറ്റെടുത്തത്. അവിടെയാണ് ഞാനത് സന്ദർശിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി, അവിടെയാണ് ഞാൻ സന്ദർശിക്കുന്നത്. ഇനി അടുത്ത എൻ്റെ യാത്ര ഷിമോഗയിലാണ്. ഇവർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളതാണ്. ഞാൻ അവിടെയാണ് കേരളത്തിൽ നിന്ന് 20 സീറ്റിൽ ഒരെണ്ണം പോലും കിട്ടില്ല. എവിടെ നിന്ന് കിട്ടാൻ? രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും കിട്ടില്ല. എനിക്ക് സുരേഷ് ഗോപി ഇഷ്ടമുള്ള ഒരാളാണ്, വ്യക്തി എന്നുള്ള നിലയ്ക്ക്. കാരണം അദ്ദേഹം ആദ്യം വന്നത് CPM-ലാണ്. അയാൾക്ക് രാഷ്ട്രീയ അംബീഷൻ ആസ്പിറൻ്റ് ആയതുകൊണ്ട് വന്നു, അവരെടുത്തില്ല. കോൺഗ്രസ്സിൽ പോയപ്പോൾ നിങ്ങളെപ്പോലെ ഇത്രയും സുന്ദരനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ശശി തരൂരിനെ പോലെ ഇംഗ്ലീഷും സൗന്ദര്യവും ലോക പ്രശസ്തിയുള്ള ആളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെയും വേണ്ട. അങ്ങനെ അയാൾ RSS-ൽ പോയ BJP-ൽ പോയതാ. അല്ലാതെ അയാളൊരു BJP-കാരനല്ല. അയാളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അയാൾക്ക് സംസാരിക്കാൻ അറിയില്ല. അയാൾ BJP പോയത് കൊണ്ട് മാത്രം അല്ല, ഒന്നാണ് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. അയാൾ അതല്ലെങ്കിൽ ഒരു സെക്കുലറായ ഒരു പാർട്ടിയിലാണ് പോയിരുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജയിക്കും. ഇനി തൃശ്ശൂരിൻ്റെ കാര്യം എടുത്തു പറയാനിരിക്കട്ടെ. തൃശ്ശൂർ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾ ജയിക്കുന്നത് പ്രതാപൻ മാത്രമാണ്. അതിൻ്റെ കാരണം എന്താ? ഒരു വളരെ ഡിസൈസീവ് ഫാക്ടറാണ് ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്നത്. ഈ ക്രിസ്ത്യൻ സമുദായം ഒന്നിച്ച് നിൽക്കുന്നതിൻ്റെ ഒപ്പം മുസ്ലിങ്ങളും ഉണ്ടല്ലോ അവിടെ, അവരും ഒന്നിച്ച് നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും BJP സംഘപരിവാർക്ക് വേണ്ടി സുരേഷ് ഗോപിയല്ല, ഇനി മോഡി സാക്ഷാൽ വന്ന് നിന്നാലും ജയിക്കില്ല. ഇനി അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ വന്നാൽ തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും കൂടെ ആയിട്ട് ഞാൻ മൊത്തത്തിൽ പഠിച്ചപ്പോൾ 40 സീറ്റുണ്ട്. പോണ്ടിച്ചേരിയിൽ 39 തമിഴ്നാട്ടിൽ, നമ്മുടെ മൊത്തത്തിലുള്ള തമിഴ്നാട്. അപ്പോൾ അതിൽ 38 അവർക്ക് ഉറപ്പാണ്. ഏതാ? എക്സെപ്റ്റ് കോയമ്പത്തൂർ എന്ന് പറഞ്ഞു. ആ കോയമ്പത്തൂർ ഉറപ്പിക്കാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ CPM-ൻ്റെ സിറ്റിംഗ് MPയെ എടുത്ത് ദിണ്ടിഗലിൽ മാറ്റിയിട്ട് DMK-യോടെ നേരിട്ട് മത്സരിക്കുന്നത്. ഈ തടയിടാനാണ്. ഇതിൽ 11 സീറ്റ് കോൺഗ്രസിനാണ് കൊടുത്തിരിക്കുന്നത്, 2 സീറ്റ് CPI-ക്കും CPI-M-നും. അങ്ങനെയാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അവർ സെക്കുലറാണ് അവർ. അപ്പോൾ തമിഴ്നാട്ടിലും പ്രതീക്ഷ വേണ്ട, ഒരു പ്രതീക്ഷയും വേണ്ട. ഒരു സീറ്റ് പോലും കിട്ടില്ല. ഒരു സംശയമുള്ള സീറ്റാണ് ഞാനീ പറഞ്ഞ കോയമ്പത്തൂർ. അവിടെയാണ് ഇപ്പോൾ അത് DMK ഒരു ശക്തമായി മത്സരിക്കുന്നു. സ്റ്റാലിൻ്റെ ഒരു ഇനി കർണാടക എടുക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് കർണാടക 28-ൽ 25 സീറ്റ് അവർക്ക് കിട്ടിയതാണ്. ഇപ്പം ആരാ ഭരിക്കുന്നത്? അവരുടെ കയ്യിലിരുന്ന ഒരു സ്റ്റേറ്റിനെ പിടിച്ചെടുത്തത് ആരാ? കോൺഗ്രസ്. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് നിന്നവരെല്ലാം കോൺഗ്രസ്സായി മാറിയതാണോ? ഇവരുടെ ചെയ്തികൾ കൊണ്ടാണ്. ഇവരുടെ ഈ പറഞ്ഞ വർഗീയ ചിന്തകളും വർഗീയ പ്രവർത്തനവും വർഗീയമായിട്ടുള്ള ഇതും കുതിരക്കച്ചവടവും ഇതെല്ലാം ബ്ലേറ്റൻ്റ്, വളരെ ഓപ്പണായി എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതിയിലായി തീവ്ര ഹൈന്ദവീയ ചിന്തകളാണ് ഇവർക്ക് കയ്യിൽ വെച്ചിരിക്കുന്നതെന്നും ഇതിനകത്ത് മതേതരത്വമില്ല, ജനാധിപത്യം തകർക്കുന്നു. കർണാടകയിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവർ ഇപ്പോൾ 25-ൽ നിന്ന് അവർ 10-ന് താഴെ വരാനേ സാധ്യത. അത്രയ്ക്ക് ബാധിക്കും. ഉറപ്പല്ലേ 10-ന് താഴെ വരുള്ളൂ. 25-ൽ നിന്നാണ് 10-ലേക്ക് താഴെ വരും. കോൺഗ്രസ് അത്ര ശക്തം അല്ല. ഒരു മുഖ്യ ഇപ്പം അവരിയ്ക്കുന്നത് അതിനകത്ത് ഈ പറഞ്ഞ ആൻറ്റി ഇൻകംബൻസി ഇല്ലല്ലോ. ഇപ്പം കയറിയല്ലോ, ഡിസംബറിൽ കയറിയല്ലേ ഉള്ളൂ. ആൻറ്റി ഇൻകംബൻസി ഇല്ല. അവർ 10 BJP-യുടെ ഇൻകംബൻസി ഉണ്ടെന്താനും. 2 ഇവർ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചു വരാൻ ഉദ്ദേശിക്കുകയാണ്. ഇവർ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഇവർ പ്രവർത്തിച്ചു തുടങ്ങിയതേ ഉള്ളൂ. എൻ്റെ ബ്രദറിൻ്റെ എൻ്റെ നീസ് അവിടെയുണ്ട് ബാംഗ്ലൂരിൽ, നമ്മുടെ അസിം പ്രേംജിയുടെ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിനാണ്. ആ കുട്ടിയുടെ പേരിലാണ് ചേട്ടൻ അവിടെ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തപ്പോൾ അവളുടെ പേരിലാണ് ഗ്യാസിന് അപ്ലൈ ചെയ്തത്. വളരെ ചീപ്പായിട്ടാണ്. ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്. വെള്ളത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അവിടെ ഒരു കുഴൽ കിണറൊക്കെ വെച്ച് ചെയ്തു. പിന്നെ വനിതകൾക്ക് എവിടെ വേണം ബസ് കൈ കാണിച്ച്
പോകാം. 10 രൂപ പോലും കൊടുക്കണ്ട. നമ്മുടെ ഇവിടെ 10 രൂപ ബസ്സുള്ളത് ഈ പുതിയ ഭരണത്തിന്റെ ഒരു പോസിറ്റീവ്നെസ് കർണാടകയിൽ ഉണ്ട്. കോൺഗ്രസ് രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇവരുടെ നെഗറ്റിവിറ്റി, ആരുടെ BJP-യുടെ നെഗറ്റിവിറ്റി, 10 വർഷം കാണിച്ച അവരുടെ മിസ്ഡീഡ്സ് എന്ന് നമ്മൾ പറയും, അതിക്രമങ്ങൾ കാരണം. അത് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ BJP-ക്ക് സംസ്ഥാനം നഷ്ടപ്പെട്ടത്. പുതിയ സംസ്ഥാനത്തിന് തെലങ്കാനയിലും ആ പ്രശ്നം വരും. തെലങ്കാനയിൽ ഭരണം ഇപ്പോൾ കോൺഗ്രസിനാണ്. അതാണ് അവിടെയും ആന്റി ഇൻകംബൻസി ഇല്ല. തെലങ്കാനയിലും ആന്റി ഇൻകംബൻസി ഇല്ല. TRS-ന് കഴിഞ്ഞ തവണ 10 സീറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. അതൊക്കെ മാറും. അതെല്ലാം മാറും. ഞാൻ പറഞ്ഞ ആന്റി ഇൻകംബൻസി ഇല്ലല്ലോ ഈ രണ്ട് സംസ്ഥാനത്തിൽ. കർണാടകത്തിനും തെലങ്കാനയ്ക്കും ആന്റി ഇൻകംബൻസി ഇല്ല. ഇത് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡിസെക്റ്റ് ചെയ്യുന്നത്, അനർത്ത് ചെയ്ത കാരണം നേരത്തെ കാർത്തികൻ ചോദിച്ചില്ലേ 400 സീറ്റ് വെറുതെ പറയുന്നതാണോ? 400 സീറ്റ് എങ്ങനെ കിട്ടുമെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ ചർച്ച ചെയ്തത് BJP-ക്ക് എതിരെയല്ല, BJP-ക്ക് അനുകൂലമാകാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയും. 400 സീറ്റ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? അത് N ബ്ലോക്കായിട്ട് സൗത്ത് ഇന്ത്യയിൽ ഇവർക്ക് സ്പേസ് ഇല്ല. സൗത്ത് ഇന്ത്യയിൽ മൊത്തമായിട്ട് BJP-ക്ക് എത്ര പ്രതീക്ഷിക്കാം? കഴിഞ്ഞ തവണ അവർക്ക് കർണാടകയിൽ 25, തെലങ്കാനയിൽ 4 അതെ 25, 4, 29 അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇവർക്ക് എത്ര ഇടത്ത് ജയിക്കാൻ പറ്റുമെന്നുള്ളത് അവർക്ക് തന്നെ സൗത്ത് ഇന്ത്യയിൽ യാതൊരു പ്രതീക്ഷയില്ല. അവർക്കില്ല, പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് ജനുവരിക്ക് ശേഷം കാർത്തികൻ ആലോചിച്ച് നോക്കൂ, 1 ഡസൻ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് റോഡ് ഷോ നടത്തി കഴിഞ്ഞു. നമുക്ക് പ്രധാനമന്ത്രി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രധാനമന്ത്രി ആണ്ടിലൊരിക്കലും കാണാൻ പറ്റില്ല, 3 വർഷത്തിലൊരിക്കലേ കാണും എന്നും പറഞ്ഞിരിക്കുന്ന ആളുകൾ എല്ലാ ദിവസവും വന്ന് ചന്തയിൽ വന്ന് ഷോ നടത്തുന്ന ഒരാളായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരാളായി മാറിയിരിക്കുന്നു. എന്താ കാര്യം? കോൺഫിഡൻസ് പോയി പുള്ളിയുടെ. അദ്ദേഹത്തിൻ്റെ തന്നെ കോൺഫിഡൻസും അദ്ദേഹം പരാജയപ്പെടും, അദ്ദേഹത്തിന് കിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഷോയും അഴിമതിയും ഇതെല്ലാം ആളുകൾ മനസ്സിലാക്കി എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അദ്ദേഹം പേടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി മൂന്നാമതൊരു ഭരണം കിട്ടിയില്ലെങ്കിൽ തീർന്നു, അയാളുടെ രാഷ്ട്രീയ ലൈഫ് തീർന്നില്ല. ഇനി ഒരു 5 വർഷം ഇല്ലെന്ന് പറഞ്ഞാൽ മോഡി ആർക്ക് വേണം? 400 സീറ്റ് കിട്ടുമെന്ന് പറയുന്നതൊക്കെ ഡൽഹി എന്തിന്? തമിഴ്നാട്ടിൽ സൗത്ത് ഇന്ത്യ കിടന്ന് കളിക്കേണ്ട വല്ല കാര്യമുണ്ട്? അയാൾക്ക് തന്നെ അറിയാമല്ലോ സൗത്ത് ഇന്ത്യ അയാളുടെ ഒരു വർഗീയ രാഷ്ട്രീയവും വിലപ്പോകുന്നതല്ല, നാടല്ല ഇതൊന്നും. നമ്മൾ നേരത്തെ ഒരു 5 സംസ്ഥാനം എഴുതി കൊടുത്തു. ഇനി ആ 5 സംസ്ഥാനത്തിൽ ഞാൻ വീണ്ടും വരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശിവസേനക്കാർ രണ്ടായില്ലേ? ഉദ്ധവ് താക്കറെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പേര് ഷിൻഡെയും 2 ഡിവൈഡായില്ലേ? കാരണം അതും പറയുമ്പോഴും നമ്മുടെ ഡൽഹി പൊളിറ്റിക്സും കൂടെ പറയണം. ഈ അരവിന്ദ് കെജ്രിവാൾ അകത്ത് പോകാൻ കാരണം എന്താ? അവിടെ ഈ ശിവസേനയെ ഡിവൈഡ് ചെയ്ത കാര്യം എന്താ? 2 പേരുടെയും, ശിവസേനയുടെ ഉദ്ധവ് താക്കറയുടെയും കേജ്രിവാളുടെയും രാഷ്ട്രീയം എന്ന് പറയുന്നത് കൾച്ചറൽ പൊളിറ്റിക്സാണ്. ദാറ്റ് ഈസ് 8-2 സമാനമായത്. BJP-യുടെ 6 സംഘപരിവാരുടെ ഹിന്ദുത്വ ആയിട്ട് ചേർന്ന് പോകുന്ന ഒരു കൾച്ചറൽ പൊളിറ്റിക്സാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അയാൾ ചിറക് വിടർത്തിയത്. ഗോവയിലോട്ട് പോകുന്നു, പഞ്ചാബ് പിടിച്ചെടുക്കുന്നു, ഗുജറാത്തിൽ പോയി 5 സീറ്റ് പിടിച്ചു. അവിടെയാണ് പേടിച്ചത്. മനസ്സിലായോ? പിന്നെ ഞങ്ങൾ ഹിന്ദുത്വ പറയേണ്ട കാര്യം നിങ്ങൾ പറയണ്ട, ഞങ്ങൾക്കും പറയാം ഹിന്ദുത്വ. പക്ഷേ ഞങ്ങൾക്ക് ജനാധിപത്യം അട്ടിമറിക്കണ്ട. ഹിന്ദുത്വയിൽ തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ജനാധിപത്യം അട്ടിമറിക്കണ്ട, ഭരണഘടന അട്ടിമറിക്കണ്ട. ഞങ്ങൾക്ക് ആളുകളുടെ വിശ്വാസങ്ങൾ നിലനിർത്തി ഞങ്ങൾക്ക് അധികാരത്തിൽ വരാം എന്നുള്ള കൾച്ചറൽ പൊളിറ്റിക്സാണ്. അതിൻ്റെ തെളിവാണ് നമ്മൾ കണ്ട മഹാരാഷ്ട്രയിലെ കോൺഗ്രസും ആം ആദ്മിയും കൂടി ചേരുമ്പോൾ ഗുജറാത്തിൽ 40% വോട്ടേഴ്സിന്റെ പിന്തുണയുള്ള കക്ഷിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഗുജറാത്ത് നേരത്തെ നമ്മൾ എഴുതി കൊടുത്തല്ലോ, ഗുജറാത്ത് ഈ പറഞ്ഞ ഗുജറാത്തും UP നമ്മൾ എഴുതി കൊടുത്തതാണ്. പക്ഷെ അവിടെ ഈ ഇമ്പാക്റ്റ് കിടക്കുന്നു, ഈ കൾച്ചറൽ പൊളിറ്റിക്സിൻ്റെ ഇമ്പാക്റ്റ് കിടക്കുന്നു. ഇവർ ഇതെല്ലാം ചെയ്തു വന്നിട്ട് എല്ലാം അക്കംപ്ലിഷ്ഡ് ആണെന്ന് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവർ ചെയ്ത കുറേ ബുദ്ധിഹീനത, പിടിപ്പുകേട്, അവരുടെ ഈ പറഞ്ഞ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ബുദ്ധിരാക്ഷസന്മാരെ ബ്രാഹ്മണന്മാരുടെയും ബനിയാക്കാരുടെയും ഒരു അബദ്ധം എവിടെയെന്നറിയോ? 2 കാര്യങ്ങൾ. ഈ പറഞ്ഞ കേജ്രിവാളിനെയും ശിവസേനയുടെ നമ്മുടെ ഉദ്ധവ് താക്കറെയും പിടിച്ച് സ്പ്ലിറ്റ് ചെയ്യിച്ചു, അവരെ കൂടെ നിർത്താൻ വിസമ്മതിച്ചു. കാരണം സ്പ്ലിറ്റ് ചെയ്യിച്ചു. ഇത് രണ്ടും ചെയ്തപ്പോൾ തന്നെ അതൊരു ഇലക്ട്രൽ ബോണ്ട് ചർച്ച ആവുകയും ചെയ്തപ്പോൾ എന്ത് പറ്റി? കൾച്ചറൽ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രാധാന്യം അവിടെ വന്നു. അപ്പോൾ BJP-ക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് കൊടുക്കാം, ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഉദ്ധവ് താക്കറേക്ക് കൊടുക്കാം. മറ്റേ ആൾ ഏകനാഥ് ഷിൻഡെയുടെ കീഴിൽ നിന്ന് ജയിച്ച് വന്നിട്ട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹോസ്റ്റ് റൈഡിൽ കയറിയ ആളല്ലേ. അപ്പോൾ അവിടെ ഇതെല്ലാം വ്യക്തമാകല്ലേ. ഇതുകൊണ്ട് ഇവർക്ക് എങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇവരെങ്ങനെ 200 തയ്ക്കുമെന്ന് കണ്ടറിയണം, 200 തയ്ക്കുമെന്ന് കണ്ടറിയണം. വെറാസ് ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള, ഞാൻ അങ്ങനെ ഒരു എക്സോർബിറ്റൻ്റ് നമ്പർ ഞാൻ പറയുന്നില്ല,
173 മുതൽ 273, 290 വരെ ഇന്ത്യ സഖ്യത്തിന് ഉറപ്പാണ്. ഇന്ത്യ സഖ്യത്തിന് ഉറപ്പ് 173 ഉണ്ടെങ്കിൽ ഭരിക്കാൻ ഭൂരിപക്ഷം 273 എന്ന് പറയുമ്പോൾ ഭരിക്കാനുള്ള ഭൂരിപക്ഷമായി മുതൽ 290 വരെ ഇന്ത്യ സഖ്യത്തിന് ഉറപ്പാണ്. അവിടെ അത്ര കിട്ടും. കാരണം പറയാം, നമ്മൾ പശ്ചിമ ബംഗാൾ എടുത്തു. പശ്ചിമ ബംഗാളിൽ ഇല്ലല്ലോ BJP ഇല്ല. BJPക്കെതിരെ നിൽക്കുന്നത് ശക്തമായ തൃണമൂൽ കോൺഗ്രസ് ആണ്. അവരൊരു വിധത്തിലും വിട്ടുകൊടുക്കില്ല. പിന്നെ അവർക്ക് എന്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലില്ല? അവർ ഇന്ത്യ സഖ്യത്തിൽ ചേർന്നോളും സ്വാഭാവികമായിട്ട്. അവരിപ്പോൾ ഒരു ബാർഗൈനിങ് പവറായിട്ട് അവിടെ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നു. റാലിയിലോട്ട് പങ്കെടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ഇന്ത്യ സഖ്യത്തിൽ നോർമലി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 273 മുതൽ 290 വരെ ഉറപ്പാണ്. അവിടെ BJPക്ക് കാലുകുത്താൻ അവർ അനുവദിക്കില്ല. കോൺഗ്രസിന് എത്ര വെസ്റ്റ് ബംഗാളിൽ കിട്ടുമെന്നുള്ളതല്ല, എത്ര കിട്ടിയാലും ലാഭമാണ്. സാധാരണ ഒരു ഭാഗത്ത് മോദി പ്രധാനമന്ത്രിയായി നിൽക്കുന്നു, മറുഭാഗത്ത് ഇന്ത്യ മുന്നണിയാണ്. അതിന് പ്രത്യേകിച്ചൊരു നേതാവിനെ അവരെടുത്ത് കാണിക്കുന്നില്ല. സാധാരണ ആരാണ് നിങ്ങളുടെ നേതാവ് എന്നൊരു ചോദ്യം വരും. അത്തരം ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ടോ? ഇല്ല, ജനം ഒന്നടങ്കം മാറി. ഇയാൾ സിംഗിൾ ഡയമെൻഷണൽ മാനാണ്. മോഡി എന്ന് പറയുന്നത് സിംഗിൾ ഡയമെൻഷൻ. നമ്മൾ പല ഡയമെൻഷനില്ലേ, 3 ഡയമെൻഷൻ, ഡബിൾ ഡയമെൻഷൻ. ഇത് സിംഗിൾ ഡയമെൻഷൻ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആള് ഒരു സംസ്ഥാനത്ത് വന്നിങ്ങനെ കറങ്ങി ഒരു ദിവസം വന്ന് 3 മണിക്കൂറുണ്ട് 5 ജില്ലകൾ 6 ജില്ലകൾ ഒന്ന് തല കാണിച്ചിട്ട് ഹെലികോപ്റ്ററിലിരുന്ന് ചിലപ്പോൾ കൈ കാണിച്ചിട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും 3-4 തവണ ഇവിടെ വരുന്നു. സിംഗിൾ ഡയമെൻഷനാണ്. വേറെ ആരും ഇല്ലല്ലോ, അവർക്ക് പ്രചരിപ്പിക്കാൻ ആരുമില്ല. അതിന് പുള്ളി പറഞ്ഞിരുന്നത് എന്താണ്? ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് വിഭാര്യനാണ്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ പണ്ടേ വിഭാര്യനാണ്, ഞാൻ വളരെ ഒരു സ്റ്റേജിലേക്ക് ഒരു സന്യാസിയെ പോലെ ജീവിക്കുന്ന ഒരുത്തനാണ്. പക്ഷേ എല്ലാ അഴിമതികളും പുറത്തു വന്നില്ല. ഇപ്പോൾ ഇതെല്ലാം കുറച്ച് ഹാൻഡ്ഫുൾ ഓഫ് കോടീശ്വരന്മാരെ ഉണ്ടാക്കി. മെജോറിറ്റി 95% പേരും ദരിദ്രരായി. ഇന്ത്യയിൽ ദരിദ്രരായി. നിങ്ങൾ കർഷകർ, ഇന്ത്യയുടെ സംസ്കൃതി എന്താണ്? ഇന്ത്യയുടെ ഇതെന്താണ്? സാമ്പത്തിക ശേഷി എന്താണ്? അഗ്രികൾച്ചർ ആണ് ഇന്ത്യ. അഗ്രികൾച്ചർ ഇന്ത്യയാണ്. അഗ്രികൾച്ചർ ഇന്ത്യയിൽ 11 മാസം കർഷകർ കിടന്ന് പാടുപെട്ടില്ലേ? ഇപ്പോഴും ഒരു സമരം വന്നു. പെട്ടെന്ന് ഇലക്ഷൻ സമയം ആയതുകൊണ്ടല്ലേ ഒരു കട്ട് ഓഫ്, ആ ഒരു സമരത്തിനൊരു ഇത് വന്ന് നമ്മളാരും റിപ്പോർട്ട് ചെയ്യാതെ വന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ എല്ലാം എടുത്തു. നമ്മൾ ഈ പറഞ്ഞില്ല 5 സംസ്ഥാനം വിട്ടുകൊടുത്തു. ഇത്രയും വലിയ ദ്രോഹം കർഷകർക്കെതിരെ ചെയ്തു എന്നും പറഞ്ഞ് സമരം ചെയ്തവരാരെങ്കിലും മോഡിക്ക് വോട്ട് ചെയ്യുമോ? നേരത്തെ പറഞ്ഞ 5 സംസ്ഥാനത്തെ എടുത്തു. കർഷകർ, അങ്ങനെയുള്ള കർഷകർ ഇനി ഇവർക്ക് വോട്ട് ചെയ്യൂ. അങ്ങനെ ചെയ്താൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ചിന്തിക്കണം. അല്ല, അത് ഞാൻ പറയാം. നീതി ആയോഗ്, ഞാനത് പഠിച്ചു വെച്ചിരിക്കുക. നീതി ആയോഗ് എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ആ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു സംഭവത്തിലേക്ക് പോകാം. ഈ പറഞ്ഞ കർഷകർ ഇത്രയധികം കുത്തുവാള എടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? 10 വർഷം കൊണ്ട് ഇത്രയും തരിപ്പണമായില്ലേ? ഇവർ ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് പറയുന്ന BJPയുടെ ആസ്ഥാനങ്ങളെന്ന് പറയുന്ന സ്ഥലത്ത് ഈ കർഷകർ പട്ടിണി കിടക്കുന്നവരുടെ നാണ്യവിളകൾക്ക് വിലയില്ല. അവരിങ്ങനെ ഇത്രയധികം കൊടിയ സമരം ചെയ്യുമ്പോൾ അവർ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ BJPയുടെ സഖ്യകക്ഷിക്ക് വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ഈ രാമക്ഷേത്രം കൊണ്ടുവന്നു അവർ, അങ്ങനെ വലിയൊരു മൊമെൻറ്റം ഉയർത്തി കൊണ്ടുവന്നിരുന്നില്ല BJP. അതൊക്കെ എന്തായി? അതിനൊക്കെ എന്ത് സംഭവിച്ചു? അതെല്ലാം പോയല്ലോ, തീർന്നല്ലോ. അതാണ് അവർക്ക് പറ്റിയ അബദ്ധം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ഇരുന്നിട്ട് മോഡിജിയെ അഡ്വൈസ് ചെയ്യുന്ന ബ്രാഹ്മണന്മാരുടെയും ബനിയന്മാരുടെയും ബുദ്ധിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഈ ആത്മപ്രതിഷ്ഠ ജൂൺ 4 ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിട്ട് 10-ാം തീയതി 15-ാം തീയതി ഞങ്ങൾ ആത്മപ്രതിഷ്ഠ നടക്കും. ഇതിനിടയ്ക്ക് നിങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസ് കട്ട് ചെയ്യും. തീർന്നു, ഡെക്കറേഷൻ തീർന്നു, ഇവിടെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു നമ്പർ ഓഫ് വീഡിയോസ് എടുത്ത് ഇങ്ങനെ അയച്ചിട്ട് പ്രാണപ്രതിഷ്ഠ ഇല്ല. അല്ല, പറയട്ടെ, ഇതെല്ലാം ഇപ്പോഴും ലൈവ് ആക്കാമായിരുന്നല്ലോ. പക്ഷെ പ്രാണപ്രതിഷ്ഠ ഞങ്ങൾ 10-ാം തീയതിയെ വെക്കുന്നുള്ളൂ. ജൂൺ 10-ന് പ്രാണപ്രതിഷ്ഠ. ആ പ്രാണൻ, രാമൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രാണൻ നിലനിർത്താമായിരുന്നില്ലേ? ഇവിടെ അവരൊക്കെ അബദ്ധം പറ്റി. അസ്തമയത്ത് കയറി, അസ്ഥാനത്ത് കയറി ഇതിന് പ്രാണപ്രതിഷ്ഠ നടത്തി. ഷൈവൈറ്റ്സ് അവരെതിർത്തില്ലേ? ശങ്കരാചാര്യ ഗ്രൂപ്പ് എതിർത്തില്ലേ? അപ്പം അവിടെയാണ് പ്രശ്നം. ഈ ആത്മപ്രതിഷ്ഠ നടത്തിയ പ്രാണപ്രതിഷ്ഠ നടത്തിയോടുകൂടി അത് എക്സ്റ്റിങ്ക്റ്റ് ആയ ഇഷ്യൂ തീർന്നു. ഇവർ പക്ഷെ ചിന്തിച്ചത് ഞങ്ങൾ ഇലക്ഷൻ പൂർത്തീകരിച്ചു, ഇനി അതിൻ്റെ വൈബില്ല, ഇനി വേണമെന്നുള്ളവൻ അവിടെ ചെന്ന് തൊഴുതാൽ പോരെ, അവിടെ പോയി ഇനി ചെന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. അതായിക്കഴിഞ്ഞു. ഇവർ ഉദ്ദേശിച്ചത് ഞങ്ങൾ പറയുന്നതെല്ലാം നടപ്പിലാക്കുന്നവരാണ്. അതാണ് നേരത്തെ പറഞ്ഞു, ആളുകളുടെ വൈകാരിക കാര്യങ്ങളാണ്, അല്ലാതെ ഈ വികസന കാര്യം പറയുന്നില്ല. ഇനി നമുക്ക് വികസന കാര്യങ്ങളിലേക്ക് പോകാം. അത് നീതി ആയോഗിൻ്റെ കാര്യം. നീതി ആയോഗ് കഴിഞ്ഞ ഈ മോഡി സർക്കാരിൻ്റെ 2ാം മോഡി സർക്കാരിൻ്റെ കാലത്ത് ഇന്ന് വരെ നീതി ആയോഗിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല.
നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് ഇന്ന് ഈ ദിവസം വരെ വന്നിട്ടില്ല. നീതി ആയോഗ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷന് സമാനമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ആര് മാറ്റി? അത് കാരണം ഇവരുടെ അജണ്ട നടപ്പിലാക്കാൻ, സംഘപരിവാർ BJPയുടെ അജണ്ട നടപ്പിലാക്കാനാണ് പ്ലാനിംഗ് കമ്മീഷൻ. കാര്യം പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് സംസ്ഥാനങ്ങളിൽ നിന്നും അവർ ചെയ്യാൻ പോകുന്ന വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ കൺസെപ്റ്റുകൾ, രൂപരേഖകൾ, ഫീസിബിലിറ്റി എല്ലാം കേന്ദ്രത്തിന് കൊടുക്കുന്നു. കേന്ദ്രം അത് പരിശോധിച്ചിട്ട് കേന്ദ്രത്തിന് എന്തൊക്കെ ചെയ്യാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു ഇതാണ്. അതെല്ലാം വലിയ എക്സ്പേർട്ടുകളുള്ള ബുദ്ധിരാക്ഷസന്മാരിരിക്കുന്നത്. അതിനെ മാറ്റിയിട്ടാണ് ഞങ്ങളുടെ താല്പര്യമുള്ള ഒരാളെ വെച്ച് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അജണ്ടകൾ നടപ്പിലാക്കാൻ നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനെ അട്ടിമറിച്ചുകൊണ്ട് നീതി ആയോഗ് കൊണ്ടുപോകും. നീതി ആയോഗ് ഇന്ന് വരെ ഒരു റിപ്പോർട്ട് പറഞ്ഞില്ലല്ലോ. ഇന്ത്യയിൽ എത്ര വികസനം നടത്തിയെന്ന് പറയട്ടെ. ഇന്ത്യയിൽ എത്ര വികസനം നടത്തിയത്, ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം, ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയട്ടെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ കുറിച്ച് പറയട്ടെ. ഒന്നും പറയുന്നില്ലല്ലോ, ഒന്നും പറയുന്നില്ല. നീതി ആയോഗ് ഇല്ല, പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. അപ്പോൾ മനസ്സിലായോ? ഇനി ഞാൻ പറയാം. ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കപ്പിൾ ഓഫ് ഗുജറാത്തി ആൻഡ് മാർവാടി ലൈക്ക് ബിസിനസ്മെൻ, കോർപ്പറേറ്റുകാർ, അവർ വളർന്ന അല്ലാതെ ഇന്ത്യ ദാരിദ്ര്യത്തിലേക്ക് പോയി. ഇന്ത്യയുടെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം 125 രാജ്യങ്ങളിൽ 111 സ്ഥാനത്താണ് ഇന്ത്യ. ഏറ്റവും താഴെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാണക്കേടല്ലേ? എന്നിട്ട് പ്രധാനമന്ത്രി പോവുകയാണ്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സ്വാതന്ത്ര്യ സമരവും, ഇന്ത്യയുടെ ആ ഒരു പാരമ്പര്യം നമ്മൾ പറഞ്ഞ, അതാണ് നമ്മളെക്കുറിച്ച് മനസ്സിലുള്ള ദേശീയത. ഈ ദേശീയത മാറ്റിയിട്ട് മോഡിയിസം അല്ലെങ്കിൽ BJPയുടെ സംഘപരിവാറിസം, അങ്ങനെ ഒരു സംഭവമാണ് ഇവരുണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ കണ്ടുപിടിച്ചത് ആര് എന്ന് മറ്റു കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ നരേന്ദ്രമോദി എന്ന് പറയും. ആ രീതിയിലേക്ക് ഇവർ ഉൾട്ടയാക്കി. യൂറോപ്പ് കണ്ടുപിടിച്ചത്, കാര്യം കൂടെ യൂറോപ്പിൽ പോകുന്നു. യൂറോപ്പ് കണ്ടുപിടിച്ചത് നരേന്ദ്രമോദി. അമേരിക്ക കണ്ടുപിടിച്ചത് നരേന്ദ്രമോദി. അത്ര അപഹാസ്യമായ ഒരു സാധനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്ത്യ ദാരിദ്ര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ഇങ്ങനെ വിദേശത്തൊക്കെ പോയി അഭിനയിച്ച് അവിടെ ചെന്നിട്ട് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? എന്നിട്ട് പറയുന്നതോ ഇന്ത്യ 5ാമത്തെ ശക്തിയാകാൻ പോകണം, ലോകത്ത് സാമ്പത്തിക ശക്തിയാകാൻ പോകണമെന്ന്. ഇന്ത്യയുടെ GDP 3.5% തികച്ചിട്ടില്ല. അപ്പോഴേക്കാണ് 29% GDP ഉള്ള അമേരിക്കയുടെ അടുത്ത് വെല്ലുവിളിക്കുന്നത്. 18.25% GDP ഉള്ള ചൈനയെടുത്ത് വെല്ലുവിളിക്കുന്നത്. ഈ 3.5%. എന്താണ് ഈ പറയുന്നത്? ഈ നേരത്തെ പറഞ്ഞ 400 സീറ്റ് കിട്ടുമെന്ന് പറയുന്ന പോലെയാണ് ഈ പറയുന്നത്. ഇദ്ദേഹം വിദേശത്ത് പോയ ഉടനെ ഇവിടെ ഇന്ത്യയുടെ GDP അങ്ങ് കൂടുമോ? പുള്ളി പോകുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ നമ്മൾ കണ്ടില്ലേ. റാഫാലും അദാനിയും അംബാനിയും പോലുള്ളവർ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല, കോസ്റ്റ് ഓഫ് ലിവിങ് അതിഭീകരമായില്ലേ. അപ്പോൾ ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്തി എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ ഗ്ലോബൽ ഗ്യാസ് തൊട്ട് പെട്രോൾ, ഇതെല്ലാം വാഗ്ദാനം, ഫോൾസ് പ്രൊപ്പഗാൻഡയും ഫോൾസ് അഷുറൻസും അല്ലേ, എല്ലാം തകർത്തില്ലേ. അപ്പോൾ ഇത് ആളുകളെല്ലാം ഇങ്ങനെ ഒരു വർഗീയത പറഞ്ഞ് ഒരു വൈകാരിക രാഷ്ട്രീയം കളിച്ചുകൊണ്ട് മാത്രം നിലനിന്നവരാണ്. ഇനി അടുത്ത അൺഎംപ്ലോയ്മെൻറ്റ് 27% അൺഎംപ്ലോയ്മെൻ്റാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് എന്ത് പറ്റുന്നു? മാസ് എക്സഡസാണ്, കൂട്ടപലായനമാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും വിദ്യാഭ്യാസമുള്ള റഷ്യയിൽ വരെ ജോലി പോയിട്ട് റഷ്യയിൽ ഫീൽഡിൽ ചാകാൻ, വെടികൊണ്ട് ചാകാനാണ്. ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇന്ത്യയുടെ ആർമിയിൽ ഇപ്പം അതുപോലെ റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞില്ലേ പുള്ളിക്കാരൻ, മിലിറ്ററിക്ക് ടെസ്റ്റ് എഴുതണ്ടേ. ഇവിടെ അതാത് സംസ്ഥാനങ്ങളിലെ സംഘപരിവാർ നേതൃത്വം പറയുന്ന അനുസരിച്ച് ഫിസിക്കൽ ടെസ്റ്റ് നടത്തി ഇന്ത്യക്കൊരു കൂലിപ്പട ഉണ്ടാക്കാൻ ശ്രമിച്ച ആളാണ് ഇദ്ദേഹം, മോഡി സർക്കാർ. ഇന്ത്യൻ ആർമിയെക്കുറിച്ചൊക്കെ നമ്മൾ അഭിമാനിക്കില്ലേ. അവിടെ ഒരു കൂലിപ്പട ഉണ്ടാക്കുന്നു. നിങ്ങളും ഞാനും തൊഴിലില്ലാത്തതുകൊണ്ട് കൂലിപ്പടയായി പോകാൻ പോവാണ്. അതാണിപ്പോൾ കണ്ടിരിക്കുന്നത്. ഉക്രൈനിൽ പോയിരിക്കുന്നു, ഇസ്രായേലിൽ പോയിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇന്ത്യയുടെ വളർച്ച എവിടെയാണ്? ഇത് പറയണ്ടേ? നമ്മൾ 3 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ഇക്കണോമിക് ഡിസ്പാരിറ്റി, സാമ്പത്തികമായിട്ടുള്ള തകർച്ച, കർഷകരുടെ ദാരിദ്ര്യം, മനുഷ്യരുടെ പൊതുവെയുള്ള ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെൻറ്റ്. ഇത്ര വലിയ കാര്യമല്ലേ? ഇതെല്ലാം നീതി ആയോഗല്ലേ പറയേണ്ടത് ഇത്ര റിപ്പോർട്ട്? ഇത് ഞാൻ പറയുന്ന റിപ്പോർട്ടിനെ ഒരു തള്ളി പറയട്ടെ, അല്ലെ ഒരു പൊതുവെ ഒരു ഇതിറക്കട്ടെ, വൈറ്റ് പേപ്പർ ഇറക്കട്ടെ. ഇപ്പോൾ എവിടെയാണ് ഇന്ത്യ വികസിച്ചത്? ഇവർക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ മോഡി സിംഗിൾ ഡയമെൻഷനാണ്. അദ്ദേഹത്തിനുള്ള എല്ലാവരും പ്രേമമൊക്കെ തീർന്നു. എന്നാലും സാറിപ്പോൾ പറഞ്ഞത്, കേരളം പോലും ഇപ്പോൾ പല മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇപ്പോഴും ആ 400-ന് പുറകിൽ പോകുന്നൊരു സമയത്താണ് അതല്ല കേരളത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചിത്രം എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കെന്തായാലും ഇലക്ഷനിലേക്ക് പോവുകയാണ്. നമുക്കെന്തായാലും ഇതെല്ലാം എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് കാത്തിരുന്ന് കാണാം. ഈ ലക്കം ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായിട്ട് കാണാം. അപ്പോൾ കാർത്തികേയൻ, താങ്കളുടെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.
അത് പിച്ച് ചെയ്യാൻ വേണ്ടി ഇത്തരം ഈ ഒരു സംരംഭം, ഇന്നത്തെ ഒരു സംരംഭം, താങ്കളുടെ സംരംഭം വിജയകരമാകുന്നതിന് വേണ്ടി എന്നെ ഉൾപ്പെടുത്തിയത്, ആദ്യത്തെ സ്ലോട്ടിൽ തന്നെ എന്നെ ഉൾപ്പെടുത്തിയതിന് ഉള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.